പേപ്പർ കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ കമ്മിങ് ടു ദിസ് മെയിൻസ് പാർട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഓൾവേസ് ടേക്ക് കെയർ. നമ്മൾ ഒരുപാട് പഠിച്ചു കൂട്ടിയിട്ടോ കാണാപ്പാഠം പഠിച്ചിട്ടോ ഒരുപാട് നോട്ട് എഴുതിയിട്ടോ ഈ 3 മണിക്കൂറിന്റെ എക്സാമിൽ നമ്മൾ എക്സൽ ചെയ്യത്തില്ല. അങ്ങനെ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠനത്തോടൊപ്പം റിവിഷനോടൊപ്പം പ്രാക്ടീസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന് ആൻസർ റൈറ്റിംഗ് ആണ്. അപ്പൊ ഇതൊരു മോക്ക് ഡ്രിൽ, ഒരു ട്രയൽ റൗണ്ട് ആണ്. മൂന്ന് മണിക്കൂറിന്റെ ഫുൾ ലെങ്ത് ടെസ്റ്റ് അല്ല തന്നേക്കുന്നത്. യെസ്, ഇത് 125 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു ടെസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ശരിയല്ലേ? അതിൽ UPSC എപ്പോഴും 20 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുമ്പോൾ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി 10 ക്വസ്റ്റ്യൻസ് 15 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഈ 10 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 60-70 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്, 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ 6 മിനിറ്റോ 7 മിനിറ്റോ കൂടുതൽ എടുക്കരുത്. ആണോ? ഒരു 6 അല്ലെങ്കിൽ 7 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? 150 വേർഡ്സിന്റെ 1.5-2 പേജിലുള്ള 150 വേർഡ്സിന്റെ ഒരു 10 മാർക്കർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം 6.5-7 മിനിറ്റിൽ. ശരിയല്ലേ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 180 മിനിറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. UPSCയിലെ മെയിൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവിടെ 20 ക്വസ്റ്റ്യൻസ് തന്നു. അതിൽ 5 എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ എഴുതി, 15 നിങ്ങൾ ലീവ് ചെയ്തു. നോ ചാൻസ് ഓഫ് ക്ലിയറിംഗ് ദിസ് എക്സാം. എക്സ്ട്രാ ഓർഡിനറി 20 5-7 എണ്ണം നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആൻസേഴ്സ് എഴുതി, ബാക്കിയെല്ലാം നിങ്ങൾ എന്താ വെച്ചാൽ വെറുതെ ലീവ് ചെയ്തു, അല്ലെങ്കിൽ 1-2 ലൈൻ എഴുതി ലീവ് ചെയ്തു. ദർ ഇസ് നോ ചാൻസ് ഓഫ് ക്ലിയറിംഗ്. ഇവിടെ വേണ്ടത് എന്താന്ന് വെച്ചാൽ, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസിൽ അറ്റ്ലീസ്റ്റ് ഒരു 18 ക്വസ്റ്റ്യൻസ് എങ്കിലും എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം? ഡീസന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? അല്ലാണ്ട് 5 എക്സ്ട്രാ ഓർഡിനറി ആൻസേഴ്സ് എഴുതി 15 നിങ്ങൾ വെറും കൂറ ആൻസേഴ്സ് എഴുതി, അല്ലെങ്കിൽ ലീവ് ചെയ്തു, അല്ലെങ്കിൽ 1-2 ലൈൻ എഴുതി വിട്ടു, then there is no chance of clearing this exam. അപ്പൊ നമ്മുടെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഫാക്ടർ എന്താന്ന് വെച്ചാൽ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു 180 മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ശരിയല്ലേ? അതായത് ആയിരക്കണക്കിന് ഫാക്ട്സും കോൺസെപ്റ്റ്സും നിങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് 20 കാര്യങ്ങൾ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യന്റെ കണ്ടന്റ് പിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വെല്ലുവിളി. യു അണ്ടർസ്റ്റുഡ് നാ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ മോക്ക് ടെസ്റ്റുകളുടെ റെലവൻസ്. എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ കുറെ കുട്ടികളെ കാണുന്നുണ്ട്. അവർ സ്ഥിരം എന്താ വെച്ചാൽ, പ്രിലിംസിന്റെ മോക്ക് വന്നാലും ശരി, മെയിൻസിന്റെ മോക്ക് വന്നാലും ശരി, ഒന്നെങ്കിൽ സ്വന്തം അപകർഷത ബോധം, അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ പിന്നെ ചെയ്യാന്നുള്ള ഒരു ധാരണ കാരണം എന്താ വെച്ചാൽ ഈ ടെസ്റ്റുകളെല്ലാം സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെയുള്ള മെജോറിറ്റി കുട്ടികളും എനിക്കും അറിയാം, രാഹുൽ സാറിനും അറിയാലോ, ബാക്കിയുള്ള എല്ലാ മെന്റേഴ്സിനും അറിയാം, മോസ്റ്റ് കേസസിൽ ഈ അവസാനത്തെ റൗണ്ടിൽ ഫൈനൽ എക്സാമിൽ പതറി പോവുകയാണ് ചെയ്യാറുള്ളത്. അതേസമയം സിലബസ് ഒരു 50-60% പഠിച്ചു, പക്ഷെ കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയുള്ളവർ ഓൾവേസ് സ്റ്റാൻഡ് എ ചാൻസ് ടു ക്ലിയർ ദിസ് എക്സാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ മസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഇത് എഴുതിയാണ് നിങ്ങൾ തെളിയുന്നത്. ശരിയല്ലേ? നീന്താൻ പഠിക്കുന്ന പോലെ, ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ, നമ്മൾ എന്തും ശീലിക്കുന്നത് പോലെ ശീലിക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തിയറി മാത്രം, തിയറി പഠിച്ചിട്ട് നീന്തൽ പറ്റുമോ? സ്വിമ്മിംഗ് പോസിബിൾ ഓൺലി വിത്ത് ടെക്സ്റ്റ് ബുക്സ് ലേണിംഗ്? ഇമ്പോസിബിൾ. അപ്പോൾ പഠിച്ച കാര്യങ്ങളെ അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. 10 ക്വസ്റ്റ്യൻസ് അല്ലേ തന്നുള്ളൂ. നിങ്ങൾ 10 ആവറേജ് ആൻസർ അല്ലെ ബിലോ ആവറേജ് ആൻസർ എഴുതിയെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വീഴ്ചയിൽ നിന്ന് എണീറ്റ് നടക്കുക എന്നുള്ളതാണ്. അതിന് വീണെങ്കിലേ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ, വീണ്ടും മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് വോണ്ട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം ടെല്ലിംഗ് യു ദാറ്റ് 2027 ഈസ് നോട്ട് ഫോർ യു. ടെസ്റ്റുകൾ മിസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹാബിറ്റ് എങ്കിൽ, അത് പേടി കൊണ്ടാവാം, അപകർഷത ബോധം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ ആവാം. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നുള്ള നമ്മുടെ ഒരു കോമൺ പ്രശ്നമാവാം. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭയങ്കര ടോക്സിക് ആണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഐ ആം ടെല്ലിംഗ് യു, ഇതിനെല്ലാം മാറ്റി വെച്ചോളൂ. എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ എഴുതി പോവുക. എന്ത് കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ ടെസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം റിസൾട്ടിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്വയം തിരിച്ചറിയുക. ഒക്ടോബർ ആകുമ്പോഴത്തേക്കും പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ഓരോ ടെസ്റ്റും മസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ മാർക്ക് 0 ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം, എഴുതുക. ആ ലേണിംഗ് പ്രോസസ് ഉണ്ടല്ലോ, നിങ്ങളെ തന്നെ അൺലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ശരിയല്ലേ? തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്. അതിനാണ് മോക്കുകൾ നടത്തുന്നത്. മെയിൻസും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഐ ആം ടെല്ലിംഗ് യു ദാറ്റ് 2027
27 നമുക്ക് കിട്ടാക്കനിയായിട്ട് പോകും. അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ വി ആർ കമ്മിങ് അപ്പ് വിത്ത് ദിസ് ഡിറക്റ്റീവ്സ്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡിറക്റ്റീവ്സ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഒരു ടാസ്ക് ഉണ്ട്. ഡിറക്റ്റീവ്സ് അറിയില്ലെങ്കിൽ പിന്നെ ആൻസർ ചെയ്യുന്നത് എല്ലാത്തിനും ഒരേ അപ്പൂപ്പൻ താടിയും മീശയും കൊമ്പും എന്താ പറയുക ഈ പറയുന്ന മാസ്കും വെച്ച് പ്രസന്റ് ചെയ്യാന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. ഷുഡിൻ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതിന് കൊടുക്കേണ്ട ഡ്രസ് കോഡ് ഉണ്ടല്ലോ, പലതിനും പലതാണ്. ഓക്കെ, സോ യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഡിറക്റ്റീവ്സ്. ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത്, ഇലാബറേറ്റ് ചെയ്യണം. ഇലാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ലിറ്ററലി മീൻ ഹിയർ, ഇലാബറേറ്റ്, വികസിപ്പിച്ചെടുക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു ചെറിയൊരു ഐഡിയ ഇട്ട് തന്നിട്ടുണ്ട്, ഒരു 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 ത്രെഡ് ഇട്ട് തന്നിട്ടുണ്ട്, ഒരു സാധനം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വലിച്ച് നീട്ടി വലിച്ച് പല ഡയമെൻഷൻസിലൂടെ അതിനെ നീട്ടി വലിച്ച് അതിനെ വളരെ വലുതായിട്ട് എന്ത് ചെയ്യുന്നു, വികസിപ്പിച്ചെടുക്കണം. ആ ഒരു ആശയത്തെ നമ്മൾ പല ആംഗിൾസിലൂടെ വികസിപ്പിച്ചെടുക്കണം. അതാണ് എലാബറേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. Explain given statement fully by expanding its meaning, dimensions and implications. Illustrate. Establish, clarify argument using specific examples, evidences or diagrams. Chase ഇവിടെ പറഞ്ഞില്ലേ, what was that question here? What was the question? Yes, if suppose elaborate യൂസ് ചെയ്യാണ് ഈ പറയുന്ന പാലിയോലിത്തിക് ടു നിയോലിത്തിക്കിലേക്കുള്ള ഹ്യൂമൻ ട്രാൻസിഷൻ, അത് ടൂൾസിന്റെ മാത്രം, കല്ലിന്റെ ആയുധങ്ങളുടെ മാത്രം ആയിരുന്നില്ല, അത് ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻസിന്റെ ഒരു ട്രാൻസിഷനും കൂടിയായിരുന്നു എന്ന് പറഞ്ഞ് എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആ ഒരു ആശയത്തെ നിങ്ങൾ പല ഡയമെൻഷൻസിലൂടെ വികസിപ്പിച്ചെടുക്കണം. ശരിയല്ലേ? അവരുടെ സോ കോൾഡ് എന്താ പറയാ ഫുഡ് പ്രൊക്യൂർമെന്റിൽ നിന്ന് അവരെങ്ങനെയാണ് ലൈക്ക് ഈ പറയുന്ന സോ കോൾഡ് എന്താ പറയാ ഒരു സോ കോൾഡ് ഫുഡ് പ്രോസസിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആവുന്നത്, അല്ലെങ്കിൽ സോ കോൾഡ് മൊബൈൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഒരു 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 എന്താ പറയാ ഒരു ഫിക്സഡ് സെറ്റിൽഡ് ലൈഫിലേക്ക് കൺവേർട്ടഡ് ആവുന്നത്. അതിന്റെ പല ആംഗിൾസിലൂടെ നമ്മൾ സഞ്ചരിക്കും. അവിടെ തന്നെ ഇല്ലുസ്ട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൗ ദിസ് ട്രാൻസിഷൻ ഹാപ്പൻഡ്, ഹ്യൂമൻ എൻവയോൺമെന്റൽ ട്രാൻസിഷൻ ഫ്രം പാലിയോലിത്തിക് ടു മെസോലിത്തിക് ഓർ നിയോലിത്തിക് ട്രാൻസിഷൻ ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരുപാട് എക്സാമ്പിൾസ് നിരത്തണം നമ്മൾ. ശരിയല്ലേ? ആ ഒരു ആശയത്തെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് കുറച്ച് എക്സാമ്പിൾസും എവിഡൻസസും അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് അതിന്റെ എന്താ പറയാ തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്കിയോളജിക്കൽ തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തണം. അവിടെയാണ് ഇല്ലുസ്ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും യു ഹാവ് ടു പ്രസന്റ് മാക്സിമം എക്സാമ്പിൾസ്, എവിഡൻസസ് ഓർ ദീസ് ആർക്കിയോളജിക്കൽ എവിഡൻസസ്, റിപ്പോർട്ട്, സർവേസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, whatever, if it is essential to substantiate that particular point, argument or that particular statement. Okay, അപ്പം illustrate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to present maximum evidences, examples, arguments or maybe yes the data or these surveys, reports, findings etc. അതൊക്കെ വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ആശയത്തെ നമ്മൾ പ്രൂവ് ചെയ്യണം. അഗൈൻ സി അനലൈസ് എന്ന് പറയുന്നത് വിഘടിക്കലാണ്. കുറെ ആശയങ്ങൾ ഉണ്ടാവും. നമ്മൾ വിശകലനം ചെയ്യാന്ന് പറയില്ല, ഒരു ഇഷ്യൂവിനെ നമ്മൾ പല ഘടകങ്ങളായിട്ട് വിഭജിക്കുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ? അതിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻസ് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ വിശകലനം ചെയ്ത് ഒരു ആശയം കിട്ടി, അതിനെ പല ഘടകങ്ങളായിട്ട് വിഭജിച്ച് അതിന്റെ കോസ് ആൻഡ് എഫക്ട് ആംഗിൾസ് അത് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് ബന്ധിപ്പിച്ച് ഒരു പർട്ടിക്കുലർ ആശയത്തെ വിശകലനം ചെയ്യുന്ന രീതിയാണ് അനാലിസിസ് അല്ലെങ്കിൽ അനലൈസ് എന്ന് പറയുന്നത്. അഗെയിൻ എക്സാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു CID ആവണം. ശരിയല്ലേ? ഇദ്ദേഹം ഒരു CID ആണ്, ഒരു പർട്ടിക്കുലർ ഒരു അന്വേഷണം, കേസ് അന്വേഷണം നടത്തുന്നു, ഒരു ത്രില്ലർ അഡ്വഞ്ചർ, യു സീ ദാറ്റ് ഒരു പർട്ടിക്കുലർ മർഡർ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറെ പൊക്കണം. ശരിയല്ലേ? അപ്പൊ കുറെ സാഹചര്യ തെളിവുകളെ അല്ലെങ്കിൽ കുറെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ എന്താ വെച്ചാൽ വളരെ വളരെ എന്താ പറയാ ഒരു മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഒരു സോക്കോൾഡ് എന്താ പറയാ ഒരു മാഗ്നിഫൈങ് ലെൻസിൽ എന്താ വെച്ചാൽ യു ആർ like examining everything. Okay, but that is examination. Investigate the statement using evidence and determine the extent of its validity. Discuss എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ പ്ലസും മൈനസും അതിന്റെ നല്ലതും ചീത്തതും അതിന്റെ ലിമിറ്റേഷൻസും അതിന്റെ ഗുണങ്ങളും ഇതെല്ലാം പരിമിതികളും എല്ലാം എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്ന ഡയറക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്കസ് എന്ന് പറയുന്നത്. യു സി പ്രസന്റ് ദ മേജർ ഡയമെൻഷൻസ് ആൻഡ് കോമ്പീറ്റിംഗ് ആർഗ്യുമെന്റ്സ് ബിഫോർ റീച്ചിങ് എ ബാലൻസ്ഡ് കൺക്ലൂഷൻ. വളരെ എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ എല്ലാ ആംഗിൾസും രണ്ട് വശങ്ങളും നിങ്ങൾക്ക് വിശകലനം ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്കസ് എന്നുള്ള ഡയറക്റ്റീവ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്രിട്ടിക്കലി എക്സാമിൻ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ക്രിട്ടിക്കലി എക്സാമിൻ ആണെങ്കിൽ ഇവാലുവേറ്റ് ബോത്ത് ദ വാലിഡിറ്റി ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡെലിവർ എ റീസൺഡ് വേർഡിക്റ്റ്, സോറി വെരി വെരി ലൈക്ക് ബാലൻസ്ഡ് വേർഡിക്റ്റ്. ഇവിടെ നിങ്ങൾ ക്രിട്ടിക്കലി അനലൈസ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ എന്നൊരു ആംഗിളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ആൻസർ ഷുഡ് ഹാവ് that 1/3 of criticism. അതിന്റെ മറ്റൊരു ആംഗിളിലും കൂടി നിങ്ങൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാവോ?
ഒരു എക്സാമ്പിൾ പറയാവോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പൊ പോസ്റ്റ് മൗര്യൻ ഏജ്, ഈ സോക്കോൾഡ് മൗര്യൻ സാമ്രാജ്യത്തിന് ശേഷമുള്ള പോസ്റ്റ് മൗര്യൻ ഏജ്, ഇറ്റ് വാസ് ആക്ച്വലി എ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിക്കലി എക്സാമിൻ എന്നുള്ള ഒരു ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക? ശ്രീജൻ, ഡു യു ഹാവ് സം ഐഡിയ? പോസ്റ്റ് മൗര്യൻ ഏജ് ഈസ് എ ഡാർക്ക് ഏജ്. ഓക്കെ, പോസ്റ്റ് മൗര്യൻ, ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിയന്റെ അഭിപ്രായമായിരിക്കാം. പോസ്റ്റ് മൗര്യൻ ഏജ് ഈസ് എ ഡാർക്ക് ഏജ്. ഓക്കെ, നൗ ദ ഡയറക്റ്റീവ് ഈസ് ക്രിട്ടിക്കലി എക്സാമിൻ. യെസ്, നമുക്കപ്പോൾ ഇതിന്റെ രണ്ട് വശങ്ങളും നമ്മൾ അനലൈസ് ചെയ്യണം, ശരിയല്ലേ? അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യണം. അതിന്റെ ട്രേഡ് ഉണ്ടാവും, അതിന്റെ സൊസൈറ്റി ഉണ്ടാവും, അതിന്റെ റിലീജിയൻ ഉണ്ടാവും, അതിന്റെ കൾച്ചർ ഉണ്ടാവും, അതിന്റെ എക്കണോമി ഉണ്ടാവും, അതിന്റെ ആർട്ട് ഉണ്ടാവും, ലിറ്ററേച്ചർ ഉണ്ടാവും. കുറെ ഡയമെൻഷൻസിലൂടെ സഞ്ചരിച്ച് എത്രത്തോളം അത് ഡാർക്ക് ഏജ് ആയിരുന്നു, എത്രത്തോളം ഡാർക്ക് ഏജ് അല്ലായിരുന്നു. ഓക്കെ, then you come up with a conclusion, very balanced, unbiased, a reasonable conclusion. Okay, അപ്പോൾ obviously critically analysis അല്ലെങ്കിൽ critically analyze, critically examine, critically evaluate എന്നൊരു സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും criticism we have to present through various dimensions and come up with a very well balanced conclusion. Okay, അപ്പോൾ directives നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. different directives usually used in the mains papers. Elaborate is there, illustrate is there, analyze is there, examine is there, ഡിസ്കസ് ഈസ് ദർ, ക്രിട്ടിക്കലി എക്സാമിൻ ഈസ് ദർ. അപ്പോൾ ആക്ച്വലി ഡിറക്റ്റീവ്സിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കേണ്ട, പക്ഷെ അറ്റ്ലീസ്റ്റ് അതെന്താണ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഈ ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിന്റെ ഈ കീവേഡ് ഡിറക്റ്റീവ്സ് അതെന്താണ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇലുസ്ട്രേറ്റ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഒരു എക്സാമ്പിൾസോ എവിഡൻസസോ ഒന്നും നിങ്ങൾ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആണ്, ശരിയല്ലേ? ക്രിട്ടിക്കലി എക്സാമിൻ പറഞ്ഞിട്ട് ക്രിറ്റിസിസം കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. ഡിസ്കസ് പറഞ്ഞിട്ട് അതിന്റെ രണ്ട് വശങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ വേസ്റ്റ് ആണ്. എലാബറേറ്റ് പറഞ്ഞിട്ട് ഒരുപാട് ഡയമെൻഷൻസിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ directives that demand from your side. Then you come to this particular question. Yes, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. നിയോളിത്തിക് ട്രാൻസിഷൻ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവയറമെന്റൽ elaborate. ശരിക്കും ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? സന്ദീപ്, can you try first question? Exactly. The transition from the Paleolithic to Neolithic age in India was not merely a change in tools, but a fundamental transformation in human relationship with the environment. Elaborate. അതായിരുന്നു ക്വസ്റ്റ്യൻ, ശരിയല്ലേ? അപ്പൊ ഇതിൽ എലാബറേറ്റ് എന്നുള്ള ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിയോളിത്തിക് ട്രാൻസിഷൻ transformed human relationship with this environment. അതായത് a transition from Paleolithic to Neolithic, it is not just the transition of the tools, it was also a transition of human environmental relationship. So ഇതിനെ എലാബറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? യെസ്, ഹണ്ടിങ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ, ശരിയല്ലേ? ഒരു സമയത്ത് പാലിയോലിത്തിക് ഏജിൽ ഈ ഹണ്ടിങ് ഗാദറിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ദീസ് പീപ്പിൾ വർ പ്രിമിറ്റീവ് കേവ് ഡ്വെല്ലേഴ്സ്, ഹണ്ടേഴ്സ്, ഫുഡ് ഗാദറേഴ്സ്. ആൻഡ് അവിടെ എന്താ സംഭവിക്കുന്നത്? When it comes to this Neolithic, that yes, transformed into food producing communities. Food gathering become food producing communities. Then see, there was a time Paleolithic അവർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സെറ്റിൽഡ് ലൈഫ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിലും ചേഞ്ചസ് സംഭവിക്കുകയാണ്. മൊബിലിറ്റി ടു സെറ്റിൽഡ് ലൈഫ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആദ്യം ഡൊമസ്റ്റിക്കേഷൻ ഇല്ലായിരുന്നു, പാലിയോലിത്തിക്കിലെ ഡൊമസ്റ്റിക്കേഷൻ ഇല്ലായിരുന്നു. നിയോളിത്തിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, they started domestication of animals and plants, then forest clearance and landscape modification. You see, these people started cultivation. You have to present examples also. For example, Barsom settlement is there, Maharagad settlement is there. Maharagad is the earliest Neolithic cultivation settlement, ശരിയല്ലേ? അപ്പൊ you see that യെസ്, ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ വീറ്റ്, ബാർലി പോലുള്ള ക്രോപ്സ് ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. Then storage and surplus, new dependence on rainfall and soil. These are some transitions, human environmental transition. Okay, these dimensions you are supposed to present. Then see, ഇവിടെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നില്ല? എ ഡീറ്റെയിൽഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് വശത്ത് നിങ്ങൾ കുറെ ക്രിറ്റിസിസം കൊണ്ടുവരണമെന്ന് നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് ഇങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. Then you see, judgment on whether the statement is correct or incorrect, excessive criticism, these things are not demanded from your side. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നോ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നോ, എക്സാമിനോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ആംഗിൾസിലൂടെ പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇവിടെ എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞു, അതിന്റെ പല ഡയമെൻഷൻസ് എലാബറേറ്റ് ചെയ്ത എക്സാമ്പിൾസോട് കൂടിയിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിനെ പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ സംഭവിക്കുന്ന കോമൺ മിസ്റ്റേക്ക് എന്താണ്? ലിസ്റ്റിംഗ് നിയോളിത്തിക് ഫീച്ചേഴ്സ് വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് ഹൗ ഈച്ച് ഫീച്ചർ ചേഞ്ച്ഡ് ദിസ് ഹ്യൂമൻ എൻവയറമെന്റ് റിലേഷൻഷിപ്പ്. ഇവിടെ സംഭവിക്കുന്നത്, കുട്ടികൾ എഴുതുമ്പോൾ, നിങ്ങൾ എഴുതിയപ്പോൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും,
കൃഷ്ണൻ എന്തോ ആലോചിച്ച് നോക്കൂ. ആൻസറിൽ ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നിയോളിത്തിക്കിന്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാലിയോലിത്തിക്കിന്റെ ഫീച്ചേഴ്സും നിയോളിത്തിക്കിന്റെ ഫീച്ചേഴ്സും 2 ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാലിയോലിത്തിക്കിന്റെ ഫീച്ചേഴ്സ് ആദ്യം എഴുതിയിട്ട് നിയോളിത്തിക് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയാണോ വേണ്ടത്? No. What do you have to establish here? You have to establish how each feature changed the human environmental relationship from Paleolithic to Neolithic. അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ശരിയല്ലേ? പാലിയോലിത്തിക്കിൽ നിന്ന് നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ ഈ ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പിലെ ട്രാൻസിഷൻ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് സിംപ്ലി അതിന്റെ ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവോ? ആൻസർ ആവത്തില്ല. അപ്പൊ ലെറ്റ് us have a look into the answer. Yeah, എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഐ ആം ജസ്റ്റ് പ്രസന്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. Paleolithic age saw humans as hunter gatherers dependent entirely on nature for food. Okay, a keywords ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. Yes, they are. Paleolithic age saw humans as hunter gatherers depended entirely on nature for food, but by Neolithic age humans had learned to grow crops and domesticate animals, and a shift that changed not just tools but the very way people lived with their environment. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾ എന്ത് സൂചിപ്പിക്കുക? ഈ ട്രാൻസിഷനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുക. ഓക്കെ, ട്രാൻസിഷനെ കുറിച്ച് സൂചിപ്പിക്കുക. അല്ലാണ്ട് പാലിയോലിത്തിക് ഏജ് ഡിഫൈൻ ചെയ്യുന്നു, നിയോലിത്തിക് ഏജ് ഡിഫൈൻ ചെയ്യുന്നു, അങ്ങനെ സെപ്പറേറ്റ് ഡെഫിനിഷൻസിന്റെ ആവശ്യമില്ല. നിങ്ങൾ സിംപ്ലി ഇൻട്രൊഡക്ഷനിൽ ഒരു 2-3 ലൈനിൽ സിംപ്ലി യു ഗിവ് എ ക്ലൂ ഹിയർ, ഒരു ഹുക്ക് കൊടുക്കുക, ഒരു ക്ലൂ കൊടുക്കുക. നിങ്ങൾ ഈ ട്രാൻസിഷൻ എങ്ങനെയാണ് ഈ പറയുന്ന ബോഡിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പൊ പാലിയോലിത്തിക്കിൽ നിന്നും ഈ പറയുന്ന നിയോലിത്തിക്കിലേക്കുള്ള ട്രാൻസിഷൻ, ആ ചേഞ്ചിന്റെ ഒരു സൂചന ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ ഡയറക്ട്ലി എന്തിലേക്ക് വരിക? ബോഡി പാർട്ടിലേക്ക് വരിക. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ നോക്കൂ. Yes, I have given a subheading like this: transition in human environmental relationship. Okay, പാലിയോലിത്തിക്കിൽ നിന്ന് നിയോലിത്തിക്കിലേക്കുള്ള ആ ട്രാൻസിഷൻ എങ്ങനെയാണ്, ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പിലുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ്. അപ്പൊ അതിന് ക്വസ്റ്റ്യനിൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഹെഡിങ്സും സബ് ഹെഡിങ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, so here I use certain keywords like this. First point was like this: from dependence to control over food. From dependence to control over food, അല്ലെങ്കിൽ ഫുഡ് പ്രൊക്യൂർമെന്റിൽ നിന്ന് എന്തിലേക്ക് പോവുകയാണ്? ഫുഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസിംഗ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ദാറ്റ് ഈസ് വൺ പോയിന്റ്. ദെൻ സെക്കൻഡ് ഈസ്, അതിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം. ഫോർ നിയോലിത്തിക്കിലേക്ക് വരുമ്പോഴത്തേക്കും മെഹർഗട്ട് ഈസ് എ കേസ് സ്റ്റഡി. മെഹർഗട്ട് ഈസ് ആൻ എക്സാമ്പിൾ. മെഹർഗട്ട് സൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. ബർസോം ഈസ് ആൻ എക്സാമ്പിൾ. ഇവിടേക്ക് എന്തുണ്ട്? ലൈക്ക് അവർ ഒരു സ്ഥലത്ത് താമസിച്ച് വസിച്ച് അവിടെ കൃഷി ചെയ്യുന്നതിന് തെളിവുകളുണ്ട്. വീറ്റും ബാർലിയും പോലുള്ള ക്രോപ്സ് ഒക്കെ കൃഷി ചെയ്തതിന് തെളിവുകളുണ്ട്. മെഹർഗട്ട് ഈസ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ എക്സാമ്പിളോട് കൂടിയിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രാൻസിഷൻ ഫ്രം ദിസ് ഫുഡ് ഡിപ്പെൻഡൻസ് ടു ഫുഡ് പ്രൊഡ്യൂസിംഗ് ഓർ ഫുഡ് പ്രോസസിംഗ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസോട് കൂടിയിട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈസ് എന്താണ്? ഒരു സെഡന്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരൊരു സെറ്റിൽഡ് ലൈഫിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരിയല്ലേ? പാലിയോലിത്തിക്കിൽ നോക്കൂ, അവരിങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് അലയുകയാണ്. ശരിയല്ലേ? അവര് ഈ ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങനെ ഇതിലേക്ക് അലയുന്നു. എവിടെ ചെല്ലുന്നു അവിടെ ഉറങ്ങുന്നു, അവിടെ നിന്ന് എണീറ്റ് വീണ്ടും നടക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടരാണ്. പക്ഷെ നിയോലിത്തിക്കിലേക്ക് വരുമ്പോഴത്തേക്കും സെറ്റിൽഡ് ലൈഫിലേക്ക് മാറുകയാണ്. ശരിയല്ലേ? ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് മാറുകയാണ്. ഒരു സ്ഥലത്ത് അവര് വീടുകൾ ഉണ്ടാക്കി, ഹട്ടുകൾ ഉണ്ടാക്കി, അവിടെ കൂട്ടമായിട്ട് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അവർ വില്ലേജ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരുമിച്ച് വസിക്കുന്നു. അവിടെ തീ ഉണ്ടാക്കുന്നു, അതിൽ ചുട്ടു തിന്നുന്നു, അല്ലെങ്കിൽ കലമുണ്ടാക്കുന്നു, അതിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അങ്ങനെ വെച്ചാൽ ഒരു സെഡന്റിസം അല്ലെങ്കിൽ സെറ്റിൽഡ് ലൈഫിലേക്കുള്ള ഷിഫ്റ്റ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഇതിന്റെ ഈ ട്രാൻസിഷന്റെ ഭാഗമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അഗൈൻ സി, ഫ്രം സിമ്പിൾ ടു അഡ്വാൻസ്ഡ് ടൂൾ മേക്കിംഗ് ടെക്നോളജി. ശരിയല്ലേ? പോളിഷ്ഡ് സ്റ്റോൺ ആക്സസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോൺ ടൂൾസ് ഒക്കെ നിർമ്മിക്കുന്നത് നിയോലിത്തിക് കാലഘട്ടത്തിലാണ്. ശരിയല്ലേ? അപ്പൊ വളരെ റോ ആയിട്ടുള്ള, റഫ് ആയിട്ടുള്ള, പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസിൽ നിന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. ഓക്കെ, ദാറ്റ് യു ക്യാൻ പ്രസന്റ് ഹിയർ. അഗൈൻ സി, അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വൈ ദേ നീഡഡ് മോർ അഡ്വാൻസ്ഡ് ടൂൾസ്? ഫോർ കൾട്ടിവേഷൻ. ശരിയല്ലേ? കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ പ്രിസിഷനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുഴിക്കാനോ, ഡിഗ് ചെയ്യാനോ, ഡ്രാഗ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ പറയുന്ന വിത്ത് പാകാനോ, വിത്ത് കളയ്ക്കാനോ, നിലം കളയ്ക്കാനോ, അല്ലെങ്കിൽ ട്രീസ് കട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ കൃഷിഭൂമി വികസിപ്പിച്ചെടുക്കാനോ അത് ക്ലിയർ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? സോ അഗൈൻ ഇറ്റ് ഈസ് ഷോയിങ് എ ട്രാൻസിഷൻ ഓഫ് ദ ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പ് ഫ്രം പാലിയോലിത്തിക് ടു ദിസ് നിയോലിത്തിക്.
അഗൈൻ സി യാ വേറൊരു പോയിന്റ് ആണ് അവരുടെ ഫുഡ് സ്റ്റോറേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ശരിയല്ലേ? ഇനീഷ്യലി അവർക്ക് ഫുഡ് സ്റ്റോറേജ് ഉണ്ടായിരുന്നോ? ഇനീഷ്യലി ഫുഡ് സ്റ്റോറിങ് ഒരു കൾച്ചർ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നോ? എന്താണോ കിട്ടുന്നത് അത് ഭക്ഷിക്കുന്നു, അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ നിയോളിത്തിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? യെസ്, ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദാറ്റ് അഗൈൻ യു ക്യാൻ എസ്റ്റാബ്ലിഷ് ദാറ്റ്. അഗൈൻ യു സീ ദാറ്റ് ന്യൂ സോഷ്യൽ പ്രാക്ടീസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇല്ലേ? ഡെഡ് ബോഡീസ് അവർക്ക് വേണ്ടപ്പെട്ട വാല്യുബിൾസ് വെച്ചിട്ട് അവർ ബറി ചെയ്യുന്ന കൾച്ചർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ, ലൈക്ക് വില്ലേജ് കൾച്ചർ, ആഷ് മൗണ്ട്സ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ലൈക്ക് കൃഷി ചെയ്ത സ്ഥലം കത്തിച്ച് കളഞ്ഞിട്ട് വീണ്ടും കൃഷി ചെയ്യുന്ന, അങ്ങനെ കുറെ പുതിയ സോക്കോൾഡ് എന്താ പറയാ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട, അഗ്രേറിയൻ ലൈഫുമായി ബന്ധപ്പെട്ട, കൾച്ചറൽ ലൈഫുമായി ബന്ധപ്പെട്ട, റിലീജിയസ് ലൈഫുമായി ബന്ധപ്പെട്ട, നാച്ചുറലി ബൗണ്ടഡ് ആയിട്ടുള്ള കുറെ പുതിയ പുതിയ കസ്റ്റംസും സിസ്റ്റംസ് ഒക്കെ എവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? നിയോലിത്തിക്കൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അത് ട്രീ വർഷിപ്പ് ആയിക്കോട്ടെ, ഫെർട്ടിലിറ്റി വർഷിപ്പ് ആയിക്കോട്ടെ, പുതിയ പുതിയ കുറെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ കൾച്ചർ, കസ്റ്റംസ് അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ നിയോലിത്തിക്കിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അഗൈൻ യു സീ ദാറ്റ് ഈസ് അഗൈൻ എ ട്രാൻസിഷൻ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അഗൈൻ ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ പറയാം. ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ അവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ യു ട്രൈ ടു എസ്റ്റാബ്ലിഷ് ദിസ് പർട്ടിക്കുലർ ട്രാൻസിഷൻ ഇൻ ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പ് ഫ്രം പാലിയോലിത്തിക് ടു നിയോലിത്തിക്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 5-6 ഡയമെൻഷൻസിലൂടെ സഞ്ചരിക്കാം. ഓക്കെ, യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദിസ് ട്രാൻസിഷൻ. ഓക്കെ, ബൈ ചെക്കിംഗ് ദീസ് അവരുടെ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, അവരുടെ കൾച്ചറൽ ലൈഫ് ആയിക്കോട്ടെ, അവരുടെ വാട്ട് ഈസ് കോൾഡ് ദിസ് ലൈക്ക് ഫുഡ് ഗാദറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൂൾ മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, ഈ പല ആംഗിൾസിലൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ്, ദർ ഈസ് this transition is not just limited to tool making. Okay, it is also well evident, evidentical with this human environmental relationship. ആ ഒരു സാധനം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആൻസർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. just to go through it, and the conclusion goes this way: journey from Paleolithic to Neolithic age in India was complete transformation from dependence on nature to control over food production, from mobile bands to settled villages, from simple tools to more organized technology and social life. This transformation laid very foundation of civilization in Indian subcontinent. Okay, futuristic ആയിട്ടുള്ള ഒരു ഹിന്റ് കൊടുത്തിട്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? Yes, you come up with this question number 6 here. Question number 6. Question number 6. The architectural legacy of Indus civilization lies more in its functional public infrastructure than its monumental buildings. Discuss with the suitable illustrations. ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഡയമെൻഷൻസ് ഇങ്ങനെയാണ്. നോക്കൂ, സബ്സിസ്റ്റൻസ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷനിൽ നമ്മൾ ഒരു ട്രാൻസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. മൊബിലിറ്റി ആൻഡ് സെറ്റിൽമെന്റിൽ ട്രാൻസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഹ്യൂമൻ മോഡിഫിക്കേഷൻ ഓഫ് ലാൻഡ്സ്കേപ്സ്, സ്റ്റോറേജ് ആൻഡ് റിസോഴ്സ് പ്ലാനിംഗ്, human animal relationships, ecological dependence and vulnerability. Okay, these all are the different dimensions by which we establish that transition from Paleolithic to Neolithic. Okay, transition of this human environmental relationship ile transition നമ്മൾ ഈ ഡയമെൻഷൻസിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചത്. ഐ ഹോപ്പ് യു ഹാവ് ഗോൺ ത്രൂ ദിസ്. യെസ്, അവിടുത്തെ സെൻട്രൽ ആർഗ്യുമെന്റ് എന്താണ്? അഡാപ്റ്റേഷൻ ടു നാച്ചുറൽ നിന്ന് എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് എക്കോസിസ്റ്റം, നോട്ട് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ നാച്ചർ. ഓൾസോ മെൻഷൻ ദ ചേഞ്ച് വാസ് ഗ്രാജുവൽ ആൻഡ് റീജിയണലി അൺഈവൻ. അപ്പൊ അതും നമ്മൾ ആൻസറിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ടോട്ടൽ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതെല്ലായിടത്തും ഒരേപോലെ ഒരേ രീതിയിൽ സംഭവിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. This is gradual and regionally varied. Okay, regionally it is varied from place to place. എവിടെയെല്ലാം ഈ പറയുന്ന സോക്കോൾഡ് പാലിയോലിത്തിക് നിയോലിത്തിക് ട്രാൻസിഷൻ ഉണ്ടോ അവിടെയെല്ലാം ഒരേപോലെ ഒരേ മെട്രിക്സിൽ ഒരേ മീറ്ററിൽ സംഭവിച്ചു എന്ന് വിശ്വസിക്കരുത്. ഓക്കെ, ഈ പോയിന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ആൻസർ വളരെ ബാലൻസ്ഡ് ആയി. ഇറ്റ് ഈസ് ഗിവിംഗ് ആൻ ഇംപ്രഷൻ ദാറ്റ് നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നൊരു സംഭവം എക്സാമിനർക്ക് കൺവേ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ see, some keywords are like this. This transition is from adaptation to nature to active management of ecosystem, but it is not complete control over the nature. Transition doesn't mean that people go to complete control over the nature, not like that. Okay, ini nokike sixth question. Architectural legacy of the Indus civilization lies more in its functional public infrastructure than its monumental buildings.
ഡിസ്കസ് വിത്ത് suitable illustrations. Illustration ആണ്, ശരിയല്ലേ? You have to present so many examples and evidences here. Now here the question is, architectural legacy of civilization lies more in its functional public infrastructure than monumental buildings. അപ്പൊ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചൈനീസ് സിവിലൈസേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള റിവർ വാലി സിവിലൈസേഷൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ആർക്കിടെക്ചറൽ ലെഗസി എന്ന് പറയുന്നത് കുറേ കൂടി മോണുമെന്റൽ ആണ്, ശരിയല്ലേ? സോക്കോൾഡ് വലിയൊരു സാമ്രാജ്യത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്ന രാജാവ്, രാജഭരണം, ഡിനാസ്റ്റി, അങ്ങനെയൊക്കെയുള്ള കുറെ എലമെന്റ്സ് സൂചിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് മോണുമെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ആർക്കിടെക്ചറൽ ലെഗസിയാണ് നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇൻഡസ് സിവിലൈസേഷന്റെ ഈ ആർക്കിടെക്ചറൽ ലെഗസി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. മോസ്റ്റ് ഓഫ് ദം ആർ വിത്ത് യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ഐഡന്റിറ്റി. അവിടുത്തെ ഓരോ സ്ട്രക്ചേഴ്സും നിങ്ങൾ നോക്കൂ, അതൊക്കെ എന്താണ് കമോൺസേ, അതൊക്കെ എന്താണ്? ഒരു rather than ഒരു മോണുമെന്റൽ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിനേക്കാൾ ഉപരി ഫങ്ഷണൽ ആർക്കിടെക്ചർ ആണ്, ശരിയല്ലേ? അവിടെയുള്ള ഓരോ എലമെന്റ്സും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. It is more functional public infrastructure than its monumental buildings. Now come up with this word discuss. Discuss എന്ന് പറഞ്ഞാൽ you should have a balanced assessment. You should have a balanced assessment. എന്ന് വെച്ചാൽ ഈ ആർക്കിടെക്ചറൽ ലെഗസി ഫങ്ഷണൽ എന്താണ് പറയുന്നത്? ആർക്കിടെക്ചറൽ ലെഗസി സൂചിപ്പിക്കുന്നത് ഫങ്ഷണൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് എന്ന് പറയുമ്പോഴും ദാൻ മോണുമെന്റൽ ബിൽഡിങ്സ് എന്ന് പറയുമ്പോഴും എത്രത്തോളം മോണുമെന്റൽ ആണ് എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യണം? കവറപ്പ് ചെയ്യണം, ശരിയല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലെറ്റ് us say there is a great structure called Great Bath. Okay, Great Bath. അപ്പൊ അതിന്റെ ശരിക്കും ഫങ്ഷണാലിറ്റി എന്തെന്നുള്ളത് ഇപ്പോഴും ഹിസ്റ്ററിയിൽ എന്താണ്? ഡിബേറ്റഡ് ആണ്. അല്ലെങ്കിൽ വി സേ ഗ്രാനറീസ്. ഓക്കെ, സർപ്ലസ് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഒരു പവറിനെ സൂചിപ്പിക്കുന്നു. ടാക്സ് ആയിട്ട് ഗ്രെയിൻസ് കളക്ട് ചെയ്ത് ഈ ഗ്രാനറിയിൽ സൂചിപ്പിക്കുന്നത് ഒരു റൂളിംഗ് ക്ലാസിന്റെ പവറിനെ സൂചിപ്പിക്കുന്ന, സർപ്ലസിന്റെ മേലുള്ള അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ ഓട്ടോണമി അതിനെ സൂചിപ്പിക്കുന്നതാണോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റഡ് ആണ്, ശരിയല്ലേ? അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചറൽ എലമെന്റ്സ് ഒക്കെ, ആർക്കിടെക്ചറൽ എലമെന്റ്സ് ഒക്കെ എത്രത്തോളം ഫങ്ഷണൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറൽ എലമെന്റ്സ് ആണെന്നും മോണുമെന്റൽ എലമെന്റ്സ് ആണെന്നും നമുക്ക് എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. ഓക്കെ, എസ്റ്റാബ്ലിഷ് വൈ ഹാരപ്പൻ ആർക്കിടെക്ചർ predominantly civic, functional and collective. നമ്മൾ പറയണം. ഓക്കെ, അവരുടെ ആർക്കിടെക്ചർ why it is predominantly civic, functional and collective. Illustrate this through drainage, water management, street sanitation, standardization and zoning. You see that Citadel is there, Lower Town is there, Dolavida is having Citadel, Middle Town and Lower Town. So our urban planning is important, drainage is important, water management is important, trade system is important. Okay, pala angles lude ningal sanchirikka, and you have to establish this thing that yes, there are architectural elements, mostly it is civic, functional and collective. Compare it with the overt monumentality of Egypt and Mesopotamia. Qualify the statement Harappan cities possessed massive structures and hierarchy, but their precise functions remain uncertain. Conclude whether functionality was truly the defining architectural legacy. ഇതാണ് ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് സ്റ്റേറ്റ്മെന്റിനെ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യണം. ഒബിയസ്ലി അതിന്റെ വേറൊരു സൈഡിൽ എത്രത്തോളം ഈ പറയുന്ന സോ കോൾഡ് മോണുമെന്റാലിറ്റി അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നൊരു സാധനം കൂടിയുണ്ട്. അതിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് കൊണ്ടുവരാം. അതിന്റെ ശരി എന്താണ്, തെറ്റെന്താണ്, അല്ലെങ്കിൽ അതിന്റെ വശം എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് ആൻസറിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം, ശരിയല്ലേ? അപ്പോൾ യു ജസ്റ്റ് ഇമാജിൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കും? വാട്ട് വുഡ് ബി യുവർ ഇൻട്രൊഡക്ഷൻ? നിങ്ങൾ എന്തായിരിക്കും ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്? ഇൻട്രൊഡക്ഷനിൽ എന്തായിരിക്കും പറയുന്നത്? ഇവിടെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കുക. അൺലൈക്ക് മെസോപ്പൊട്ടോമിയാസ് ടെമ്പിൾസ് ഓർ ഈജിപ്റ്റ്സ് പിരമിഡ്സ് which showed the power of kings and gods through huge structures, Indus civilization put its effort into everyday public infrastructure like drains, wells, planned streets. This makes its architecture different from other early civilizations. ഒന്നുകൂടി വായിക്കണോ? ഒരു തവണയും കൂടി വായിക്കാം. Yes, unlike Mesopotamia's temples or Egypt's pyramids, which showed the power of kings and gods through huge structures, Indus Valley civilization put its effort into everyday public infrastructure like drains, wells and planned streets. This makes its architecture different from other early civilizations. ഇനി ആൻസറിലേക്ക് പോവാണ്. ആൻസറിൽ ഞാനൊരു സബ് ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്, ഫങ്ഷണൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്നിട്ട് എന്റെ ഫസ്റ്റ് പോയിന്റ് ആണ്, നോട്ട് ഡൗൺ, പ്ലാൻഡ് അർബൻ ലേഔട്ട്. Planned urban layout. Planned urban layout. Cities were laid out in grid pattern. See,
grid pattern with a straight streets crossing at right angles, clear residential areas. I can put example Mohenjo-daro and Harappa. അപ്പോൾ ഇതിന് പ്രോപ്പർ ആയിട്ട് എന്തുണ്ടായിരുന്നു? ഇതിന്റെ ഫങ്ഷണൽ യൂട്ടിലിറ്റി നോക്കൂ. പബ്ലിക് പ്ലാൻഡ് അർബൻ ലേഔട്ട് ഉണ്ടായിരുന്നു, ശരിയല്ലേ? മോസ്റ്റ് ഓഫ് ഹരപ്പ, മോഹൻജോ, ഈവൻ ഡൊലാവിലേക്ക് 3 ഡിവിഷൻ ഉണ്ട്, ശരിയല്ലേ? ദർ ഈസ് അപ്പർ ടൗൺ, മിഡിൽ ടൗൺ, ലോവർ ടൗൺ. അപ്പോൾ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റീസ് ഫോളോഡ് എ ഗ്രിഡ് പാറ്റേൺ, സ്ട്രൈറ്റ് സ്ട്രീറ്റ്സ് cutting at right angles. There is division of this administrative block and a residential block. The next point is advanced drainage system. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. Advanced drainage system. Okay, covered drains are there running along these streets and connecting to individual houses, showing organized planning for cleanliness. This civilization has given so much importance to health, hygiene, sanitation of this, urban mass or urban public. So there are proper drainage system that you can mention, and regular intervals sock pits ഒക്കെ ഉണ്ട്, ഇത് ഇറങ്ങി ക്ലീൻ ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട്. And there are interlinkages, or there are house drains connecting with the street drains. Okay, well planned ആണ്. More or less നിങ്ങൾ ആലോചിച്ച് നോക്കും, മോണുമെന്റൽ സ്ട്രക്ചർ എന്നതിനേക്കാൾ ഉപരി അതൊക്കെ ഈ പറയുന്ന ഫങ്ഷണൽ ഐഡന്റിറ്റി ആണ് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ സൂചിപ്പിക്കുന്നത്. Again you see that water management like vara. Dolavira is the best example. Lothal is another example. Water management, most houses had their own wells, bathing areas and pits to soak away waste water. Private wells at Mohenjo-daro is an example. Large stepped reservoirs at Dolavira. Even Dolavira and the hydraulic engineering is something marvelous. Okay, they have these artificial reservoirs or bunds, channels, okay, and these water tanks. All those things are there in Dolavira. UNESCO site ആണ്. Again you can go for Lothal. ഇപ്പോഴും ഡിബേറ്റഡ് ആണെങ്കിൽ പോലും an artificial dockyard സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? ലോത്തലിൽ കണ്ടെത്തിയിട്ടുണ്ട്. So all these are they are a functional public infrastructure. Again you see public utility structures are there. Public utility structures, for example granary. Okay, one example granary is there. Then standardized construction, standard big ratio 1:2:4. Okay, standard bricks are used for this, burned bricks are used for construction with a uniform size. Then scientific town planning, they are divided into raised citadel, lower town. All these examples they adellam prove cheyyunnathu endana, this Indus civilization, unlike Mesopotamian, Egyptian, Chinese civilizations, these Indus civilizations, most of their architectural legacy adine endu pradhaniyanu ullathu, functional public infrastructural pradhaniyanu ullathu rather than monumental identity. പക്ഷേ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസറിലേക്ക് ഈ ഒരു എലമെന്റ് കൊണ്ടുവരണം. മോണുമെന്റൽ ബിൽഡിംഗ് അല്ലെങ്കിൽ മോണുമെന്റൽ ട്രേസസ് വിത്തിൻ ദീസ് ഫങ്ഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, അതെന്തൊക്കെയാണെന്നുള്ളതും കൂടി ആൻസറിലേക്ക് കൊണ്ടുവരിക. അതിന് നമുക്ക് എന്ത് ചെയ്യാം? സിറ്റഡൽ ഉപയോഗിക്കാം. സിറ്റഡൽ ഷോ സം ഹൈറാർക്കി. Huge dimensional buildings are located in citadel, the very huge structures, and also it is believed that the ruling classes they may resided in this citadel region. So that is something ഒരു hierarchy chain ആണ്, അല്ലെങ്കിൽ ഒരു social stratification ആണ് സൂചിപ്പിക്കുന്നത്. Higher town, lower town. Higher town for or upper town for upper people, lower town for lower people, artisans and craft workers. Okay, again you can present the great bath, you can present the granary. Okay, ഇതിന്റെ യൂസേജ് ഒക്കെ ഇപ്പോഴും ഡിബേറ്റഡ് ആണെങ്കിൽ പോലും that is something some monumental structures, they indicate some social hierarchies or maybe the prevalence of these ruling classes, etc. ആ എലമെന്റ്സ് കൂടി ആൻസറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. Conclusion goes this way: Indus people may not have built palaces or temples, but their careful town planning, drains and standard bricks show a strong organized authority working quietly through order rather than display. This civic first approach, functional and possibly still hierarchical underneath, remains its most distinct legacy. Conclusion ingane verannu oru nirbandhavilla, but this would be a proper conclusion. Ini oru question koodi undu, which is question number 7. Later Vedic period was not merely continuation of Rigvedic society, its structural transformation, but its structural transformation. Discuss with reference to changes in polity, economy and social organization. Question മനസ്സിലായോ? Question എന്താ പറയുന്നത്? Later Vedic age was not merely a continuation of Rigvedic society. Okay, just a Rigvedic societal continuation. Yes, it was not merely a continuation of Rigvedic society.
but it is structural transformation discussed with reference to changes in polity, economy and social organization. Continuity establish cheyyanam, but rather than that, you have to reflect, yes, it's a social, it's political, economic, social change, transformation നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? Question asks you to prove that later Vedic society, LVC, underwent a qualitative restructuring, not merely gradual development. So what is that qualitative restructuring? അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. Okay, with it's bound by the change and continuity. See, LVC underwent a qualitative restructuring, not merely gradual development. So here answer goes this way. Answer goes this way. Compare RVC with the LVC phases. Yes, establish interconnected changes in polity, economy, social organization. Explain forces behind transformation, eastward expansion, settled agriculture, surplus and iron technology. Okay, there are certain factors, push and pull factors, triggered this change. You have to bring it into the answer. Mention continuities but show that overall societal changes or social structure had changed. Mention continuities but show that overall social structures had changed. Avoiding projecting a fully developed territorial state, bureaucracy, rigid caste system onto the later Vedic. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം, ചേഞ്ച് കാണിക്കാൻ പറ്റണം. പല കുട്ടികളും ചെയ്യുന്നത് എന്താ വെച്ചാൽ LVCയിൽ മാരകമായിട്ട് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, റാഷണൽ സയന്റിഫിക് ചേഞ്ചസ് വന്നു എന്നുള്ള രീതിയിൽ ടോണിൽ എഴുതി വെക്കും. അത് തെറ്റാണ്. RVCനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LVC കുറേം കൂടി അബദ്ധമാണ്. RVC കുറേം കൂടി സോഷ്യൽ ആയിരുന്നു, ലിബറൽ ആയിരുന്നു, ഡെമോക്രാറ്റിക് ആയിരുന്നു. പക്ഷെ LVCയിലേക്ക് വരുമ്പോൾ കുറെ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത്, കുറേം കൂടി റിജിഡ് സൊസൈറ്റൽ പാറ്റേണിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചേഞ്ച് സൂചിപ്പിക്കണം, പക്ഷെ ചേഞ്ചിനെ ഒരു പ്രോഗ്രസീവ് ഡെവലപ്മെന്റൽ ചേഞ്ച് ആയിട്ടല്ല കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കണ്ടിന്യൂറ്റിയും ചേഞ്ചും ഉണ്ട്, പക്ഷെ ഈ ചേഞ്ച് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഡെവലപ്മെന്റൽ ചേഞ്ച് അല്ല. ശരിയല്ലേ? അപ്പൊ ദാറ്റ് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ഇൻ ദിസ് ആൻസർ. ഓക്കെ, so say how this LVC underwent the change, a qualitative restructuring, but at the same time qualitative restructuring എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ട്, തെറ്റുണ്ട്, എത്രത്തോളം അത് പ്രോഗ്രസീവ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് എന്താ പറയാ ഡെവലപ്മെന്റൽ ആണ് എന്നുള്ള സാധനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ, അല്ലെങ്കിൽ അത് ശരിക്കും എന്ത് ചെയ്യണം? അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ഡെവലപ്മെന്റൽ ആണോ എന്ന് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ഇത് പോകുന്നത് ഇങ്ങനെയാണ്. സി, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ പോളിറ്റി, 3 പോയിന്റ്സ് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫ്രം ട്രൈബൽ ചിഫ്റ്റൈൻഷിപ്പ് ടു ടെറിറ്റോറിയൽ കിങ്ഷിപ്പ്. ശരിയല്ലേ? കിങ്ഷിപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രൈബൽ അസംബ്ലീസ് ഒക്കെ അതിന്റെ പ്രാധാന്യം അവസാനിക്കുന്നു. നൗ സി, ഇൻസ്റ്റെഡ് ഓഫ് ജൻപദ become popular, Rashtra become popular, kingdom arises, kingship arises, or maybe king become more popular, king become more authoritative. ശരിയല്ലേ? ഒരു ട്രൈബൽ ചീഫിനേക്കാൾ ഉപരി ഇവിടെ ഒരു ടെറിറ്റോറിയൽ കിങ്ഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. Decline of popular assemblies, emergence of a state structure, okay, with the proper bureaucracy, a state structure emerged. Political transition. Now see, economic transition, structural transformation in economy. Avade from pastoralism to settled agriculture, rise of surplus and new forms of wealth. Okay, points added. എന്താണ്? ഒരു പാസ്റ്ററൽ എക്കണോമി എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? അഗ്രേറിയൻ എക്കണോമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ശരിയല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് റൈസ് ചെയ്യുന്നു, ട്രേഡ് എക്സ്പാൻഡ് ചെയ്യും, ട്രേഡ് നെറ്റ്വർക്ക്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. Again, see, structural transformation in social organization, hardening of the Varna system, especially നമ്മൾ ആ ചേഞ്ചിന്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ആംഗിൾ ഈ സൊസൈറ്റൽ ഓർഗനൈസേഷനിലെ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. വർണ്ണ സിസ്റ്റം ഹാഡൻഡ് ആവുന്നു. ദ സോ കോൾഡ് ചതുർവർണ്ണ സിസ്റ്റം, ഫോർ ഫോൾഡ് ഡിവിഷൻ ബിക്കം സോ സ്ട്രോങ്. വിമൻ സ്റ്റാറ്റസ് ഈസ് ഡീഗ്രേഡഡ്. ഓക്കെ, ഡിക്ലൈൻ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ വിമൻ. അങ്ങനെ സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മാരേജ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ദിസ് വർണ്ണ ഡിവിഷൻസ് ഓർ ഓക്യുപേഷണൽ ഡിവിഷൻസ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ വിമൻ, ഓക്കെ, ഓർ ജെൻഡർ റോൾസ്, അതിലൊക്കെയുള്ള ട്രാൻസിഷൻ നിങ്ങൾ ആ ഒരു ആംഗിളിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ കണ്ടിന്യൂറ്റി എലമെന്റ്സും കൂടി ആൻസറിലേക്ക് കൊണ്ടുവരണം. ശരിയല്ലേ? സി, റിലീജിയസ് ബിലീഫ്സ്, ഈവൻ ദോ ഗോഡ്സ്, പുതിയ ഗോഡ്സ് വന്നെങ്കിലും റിലീജിയസ് ബിലീഫ്സും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും മാറ്റിയിട്ടില്ല. ശരിയല്ലേ? അത് കുറേം കൂടി കോംപ്ലക്സ് ആയിട്ടുണ്ട്, കുറേം കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുണ്ട്, പക്ഷേ ആചാര അനുഷ്ഠാനങ്ങളിൽ മാറ്റങ്ങൾ വരുന്നില്ല. കാറ്റിൽ വെൽത്ത് സ്റ്റിൽ മാറ്റേഡ്, family kingship, ties remained central. All those, continuity elements also reflect in the answer. Transition, transformation, you have to, structural transformation, you have to showcase with the society, polity, economy and all. And what all the continuity elements reflected in LVC, that also you have to present in the answer. Simple. Then come up with a conclusion.
Some threads of continuity remained. Overall shift in political authority, economic base, social hierarchy shows LBC was genuine structural transformation rather than mere extension of Rigvedic society. This transformation laid the foundation for more complex state system of age of Mahajanpadas. Okay, that was my conclusion. So simply, what I am saying is that please take care of these aspects. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, അതിന്റെ കീവേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യൂ. എന്താണ് നിങ്ങളോട് ഓവറോൾ ആ ക്വസ്റ്റ്യന്റെ ടോട്ടാലിറ്റിയിൽ നിങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യുക. എപ്പോഴും ആൻസറിന് എന്തുണ്ടാവണം? ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, സ്ട്രക്ചർ ആൻസറിന് ഉണ്ടാവണം. ഓക്കെ, ഇനീഷ്യൽ ആൻസേഴ്സ് ഒക്കെ ഒരു ആവറേജ് ആയിരിക്കാം, ബിലോ ആവറേജ് ആയിരിക്കാം, നോ പ്രോബ്ലം. ബട്ട് വാട്ട് ഐ സേ ഇസ് ദാറ്റ് ഇവിടെ UPSCന്റെ ചരിത്രത്തിൽ എല്ലാ ടോപ്പേഴ്സും ടോപ്പർ ആയത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് കാണാപ്പാഠം പഠിച്ചിട്ടല്ല. ഇതൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാണാപ്പാഠം പഠിച്ചിട്ട് പോയി എഴുതി വെക്കാനാവില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ സാമാന്യം ഡീസന്റ് ആയിട്ടുള്ള എബോവ് ആവറേജ് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ ഇപ്പൊ തെറ്റിപ്പോകുന്ന, എനിക്കടക്കം തെറ്റിപ്പോകാം, നമുക്ക് എല്ലാവർക്കും മെന്റേഴ്സിനും സ്റ്റുഡൻസിനും ഒരേപോലെ തെറ്റിപ്പോകാൻ ഡസന്റ് മാറ്റർ. ഇത് പ്രാക്ടീസസിലൂടെ മാത്രം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. കണ്ടിന്യൂസ്ലി നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം മെന്റേഴ്സിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ച് യെസ്, ഈ ഒരു ഡിസംബർ കൊണ്ട് എത്രത്തോളം ആൻസേഴ്സ് എഴുതാൻ പറ്റുമോ അത്രത്തോളം ആൻസർ എഴുതുക. ഓക്കെ, Gallant IAS, chasing your passion to ace.